തന്നിരിക്കുന്നതായ അവിടുത്തെ ആ പാദപത്മങ്ങളെ വിസ്മര്യതേ, ആരാണ് വിസ്മരിക്കുക? അങ്ങനെ തൃപ്പാദമൂലത്തിനെ ഏതൊരുത്തൻ കൃതവിധ, കൃതവിധ കൃതജ്ഞനായവൻ, കൃതജ്ഞതയുള്ളവൻ, ധന്യനായവൻ. ആരാ കൃതജ്ഞൻ? ഈ മനുഷ്യ ശരീരം തന്നിരിക്കുന്നത് ഭഗവാനാണ്. അത് ഭഗവാന്റെ അനുഗ്രഹമാണ്. ഇന്നലെ പറഞ്ഞില്ലേ, ജി 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 എന്നറിയാവുന്നവൻ. ഈ മനുഷ്യ ശരീരം ദൈവദത്തമാണ്. ഈ മനുഷ്യ ശരീരം എന്നല്ല, ഓരോ നിമിഷവും ദൈവദത്താണ്. ശ്വാസം പോലും, ഹൃദയമിടിപ്പ് പോലും, ഓരോ അവയവവും, ഓരോ ഇന്ദ്രിയവും എല്ലാം ദൈവദത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭഗവാനെ നമസ്കരിക്കുന്നവൻ. കൃതജ്ഞത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ പറഞ്ഞ താങ്ക്സ് പറയുന്നവനല്ല കേട്ടോ. ഭഗവാനോട് താങ്ക്സ് പറയാനുള്ളത് ഔദ്ധത്യമൊന്നും നമുക്കില്ല. നമ്മളാരാ ഭഗവാനോട് താങ്ക്സ് പറയാൻ? ഭഗവാനെ എന്റെ പിറന്നാള് ഗംഭീരാക്കിയല്ലോ, താങ്ക്സ് കേട്ടോ. നമ്മൾ ആരോട് താങ്ക്സ് പറയണു? അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്നതായ ഭഗവാനോട് താങ്ക്സോ? നമുക്ക് നമസ്കരിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ അവിടെ കൃതജ്ഞൻ എന്ന് പറയുമ്പോ താങ്ക്ഫുൾ എന്ന് ഇംഗ്ലീഷ് പറയുന്ന വാക്ക് എടുക്കരുത്. ധന്യനായവൻ എന്നർത്ഥം. ഈ മനുഷ്യ ശരീരം കൊണ്ട് ഭഗവാനെ ഉപാസിക്കാനാണ് എന്ന് മനസ്സിലാക്കി ആ മനുഷ്യ ശരീരത്തിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നവനാരോ അവൻ കൃതജ്ഞൻ. അങ്ങനെ ഉപയോഗിക്കാത്തവൻ കൃതഘ്നൻ. അതാണ്. അപ്പൊ ഇവിടെ കൃതജ്ഞൻ എന്ന് പറഞ്ഞാല് കൃതജ്ഞനായിരിക്കുന്ന, ധന്യനായിരിക്കുന്ന, അനുഗ്രഹീതനായിരിക്കുന്നവൻ എന്നുള്ള വാക്കാ ഏറ്റവും അനുയോജ്യം. ശ്രേഷ്ഠമായ മനുഷ്യ ശരീരം ഭഗവാൻ തന്നു. കണ്ണുകൊണ്ട് കാണാനും, ചെവി കൊണ്ട് കേൾക്കാനും, നാവ് കൊണ്ട് സ്തുതിക്കാനും, കൈകൾ കൊണ്ട് കൂപ്പാനും, കാലുകൾ കൊണ്ട് പ്രദക്ഷിണം വെക്കാനും, മനസ്സുകൊണ്ട് സ്മരിക്കാനും എല്ലാം അനുഗ്രഹിച്ച് ഭഗവാൻ നൽകിയതായ ഈ ശ്രേഷ്ഠമായ ശരീരം ഇതിനായി ബ്രഹ്മാനന്ദത്തിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് ജീവിതത്തിൽ പകർത്തുന്നതായ ഏതൊരുത്തനാണ്, ഏതൊരു സജ്ജനമാണ്, ഏതൊരു മുമുക്ഷുവാണ് വിസ്മര്യതയെ വിസ്മരിക്കുക. അങ്ങയുടെ പാദങ്ങളെ വിസ്മരിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? കാരണം പദഭജനം ശ്രേയ. ഈ ശരീരം തന്നത് ഭഗവാനാണെന്നും ഓരോ നിമിഷത്തെയും ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നവൻ ആ ഭഗവാനെ ഓരോ തവണയും നമസ്കരിക്കല്ലേ ചെയ്യാം. അപ്പൊ ഭാഗവതത്തിന്റെ ഓരോ പദം വായിക്കുമ്പോഴും സ്വാദു സ്വാദു പദേ പദേ എന്ന് പറയുമ്പോ ഓരോ പദത്തിലും നമ്മൾ ആ ഭഗവാനെ നമസ്കരിക്കണം. ആ ഭഗവാന്റെ കഥകളാകുന്ന അമൃതകഥാരസത്തിനെ നമ്മുടെ ശക്തിക്കൊത്ത്, നമ്മുടെ ആരും കേമന്മാരല്ല, നോബഡി ഈസ് പെർഫെക്റ്റ്. അപ്പൊ നമ്മുടെ ശക്തിക്കൊത്ത് യഥാതീതം യഥാമതി എന്ന് സൂതൻ പറഞ്ഞതുപോലെ ശക്തിക്കൊത്ത് പാടാനും പറയാനും അനുസ്മരിക്കാനും അനുഭവിക്കാനും ആനന്ദിക്കാനും സാധിക്കണില്ലേ? ഇതൊക്കെ ആരുടെ ശക്തി? യൗന്ദ പ്രവിശ്യ യൽകിഞ്ചൽ പൗരുഷം പുംസാം കൃഷ്ണാനുകമ്പിതം. അപ്പൊ അങ്ങനെയുള്ള അനുഗ്രഹീതനായിരിക്കുന്ന തസ്യാപവർഗ്യ ശരണം തവപാദമൂലം വിസ്മര്യതേ. അനുഗ്രഹീതനായിരിക്കുന്ന ഈ മനുഷ്യ ശരീരം ഭഗവാൻ എന്തിനാണ് തന്നിരിക്കുന്നത് എന്ന് ബോധിച്ചതായ, അറിഞ്ഞതായ മുമുക്ഷുവായിരിക്കുന്ന ഏതൊരുത്തന ഭഗവാന്റെ പാദപത്മങ്ങളെ വിസ്മരിക്കുക. കൃഷ്ണപാദമൂലം മുഞ്ചതി. തൃതീയ സ്കന്ധത്തിൽ പറയും, ഏകോപി കൃഷ്ണസ്യ കൃതപ്രണാമ. ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാന്റെ പാദങ്ങളില് ശരണാഗതി പ്രാപിച്ചവനാണെങ്കിൽ കൃഷ്ണപാദമൂലം മുഞ്ചതി, ഭഗവാന്റെ പാദങ്ങളെ ഉപേക്ഷിക്കില്ല. ഏതുപോലെ? പാന്ധസ്വ ശരണം യഥാ. വഴിപോക്കനായ വഴിയിൽ കൂടെ യാത്ര ചെയ്ത് ക്ഷീണിച്ചവൻ സ്വന്തം ഗൃഹത്തിലേക്ക് എത്തുമ്പോ എന്താ വികാരമുണ്ടാവുക? ഹാവൂ, സമാധാനായി എന്ന്. പാന്ധസ്വ ശരണം യഥ. വളരെയധികം ദൂരയാത്ര കഴിഞ്ഞ് വെയിൽ കൊണ്ട് ക്ഷീണിച്ച് അവശനായിട്ട് വിശപ്പും ദാഹവും സഹിക്കവയ്യാതെ അവനവന്റെ ഗൃഹത്തിലേക്ക് തിരിച്ചെത്തുന്ന ഒരു പഥികൻ അനുഭവിക്കുന്ന ആ ആനന്ദമുണ്ടല്ലോ, ആശ്വാസമുണ്ടല്ലോ, അതാണ് ഭഗവത് പാദങ്ങളെ പ്രാപിച്ചാൽ. കൃഷ്ണപാദമൂലം മുഞ്ചതി.